നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 684 684. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീരംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 684. ഇവിടെ 182 സർഗം രാജസൂയ ഏർപ്പാടുകൾ എന്ന അതിഗഹനമായിട്ടുള്ള ഒരു കഥാതന്തുവിൽ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതിൽ 23-ാമത്തെ ശ്ലോകം ആണ് പറഞ്ഞു നിർത്തിയിട്ടുള്ളത്. 23, 24 രണ്ട് വരി പറഞ്ഞിട്ടുണ്ട്. അതായത് വല്ലോർക്കും വല്ലതും പെട്ടെന്നാവശ്യം നിറവേറ്റുവാൻ ദൃഷ്ടദ്യുമ്നനെ ഏൽപ്പിച്ചാൻ അഖിലാണ്ടൈക നായകൻ. ഇതാണ് എന്താ പറഞ്ഞത്? വല്ലോർക്കും വല്ലതും പെട്ടെന്നാവശ്യം നിറവേറ്റുവാൻ ദൃഷ്ടദ്യുമ്നനെ ഏൽപ്പിച്ചാൻ അഖിലാണ്ടൈക നായകൻ എന്ന് പറഞ്ഞു. അതിൻ്റെ ശേഷം മറ്റ് മാറാതെ അതായത് അവിടെ ചെറിയൊരു മാറാതെ അഭ്യാഗതന്മാർ തൻ കൊടയും മറ്റും എത്രയും സൂക്ഷിച്ചേൽപ്പിച്ചു നൽകണം. മാറാതെ എന്നാണ് വേണ്ടതേ. മാറാതെ അഭ്യാഗതന്മാർ തൻ കൊടയും മറ്റും എത്രയും സൂക്ഷിച്ചേൽപ്പിച്ചു നൽകണം. വികർണൻ വിനയോജ്വലൻ. വികർണൻ എന്ന് പറഞ്ഞ ആൾ വളരെയധികം വിനയുള്ള ഒരാളാണ്. അപ്പോൾ അവിടെ ഒരു അക്ഷരത്തെറ്റുണ്ട്. ഞാൻ അതാണ് അവിടെ ഒന്ന് പരിങ്ങിയത്. അപ്പോൾ മാറാതെ അഭ്യാഗതന്മാർ ആരൊക്കെയാണ് ഈ രാജസൂയ യജ്ഞത്തിന് വരുന്നത്? അവരുടെ എന്താണെന്ന് പറയുക, ഇപ്പം നമ്മളൊക്കെ ഉണ്ടല്ലോ വലിയ ക്ഷേത്രങ്ങളിലെ ചെരുപ്പ് സൂക്ഷിക്കാൻ ഒരു സ്ഥലം കണ്ടിട്ടുണ്ടല്ലേ? അതേപോലെ ഈ ഗുരുവായൂരൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഡോർമിറ്ററി സിസ്റ്റത്തിൽ നമ്മുടെ ബാഗൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. മൊബൈൽ കൊടുത്താൽ അതിനൊരു ടോക്കൺ കിട്ടും. പ്രമോഷനുണ്ടോ? അതാണ് പറഞ്ഞത്. മാറാതെ അഭ്യാഗതന്മാർ തൻ കുടയും മറ്റും എത്രയും സൂക്ഷിച്ച് ഏൽപ്പിച്ചു നൽകണം. സത്യം പറഞ്ഞു നോക്കൂ. സത്യം പറഞ്ഞാൽ ഇത്രയും ഗഹനമായിട്ട് ഇത് എഴുതി പ്രസ്താവിപ്പിക്കണം എന്നുണ്ടെങ്കിൽ എന്താണെന്ന് പറയാം, വ്യാസരുടെ കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ താമരശ്ശേരി കൃഷ്ണൻ ഭട്ടതിരിയാണല്ലോ ഈ ശ്രീകൃഷ്ണ കഥാമൃതം എഴുതിയിട്ടുള്ളത്. അവരേനൊക്കെ എത്ര നമസ്കരിച്ചാലും മതിയാവില്ല. അപ്പോൾ സൂക്ഷിച്ചേൽപ്പിച്ചു നൽകണം. വികർണൻ വിനയോജ്വലൻ സാധനം വല്ലതെങ്ങെങ്ങു മറന്നിടുകിലൊക്കെയും കേടുകൂടാതവർക്കെല്ലാം എത്തിക്കേണ്ടതു സാത്വികി. തിരിച്ചു നൽകേണ്ടത് കേടുകൂടാതവർക്കെല്ലാം എത്തിക്കേണ്ടത് സാത്വികി. കാരാകാരത്തിൽ നിന്ന് അന്നു മുക്തരാമ്പല ഭൂപരും യാതൊന്നും തൊഴിൽ കിട്ടാഞ്ഞു വെള്ളം കൊണ്ടു നടക്കയാം. 20,800 രാജാക്കന്മാര് ജരാസന്ധ ഭൂപൻ്റെ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട് ഒരു ബ്രാഹ്മണനെ ദൂത് പറഞ്ഞയച്ചു, ഞങ്ങളെ കഴിയുന്നതും വേഗം ഇവിടുന്ന് വിടുവിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട്. അവർക്ക് മുഴുവൻ ആൾക്കാർക്കൊന്നും രാജസൂയ യാഗത്തിൽ വേണ്ടത്ര സേവ ചെയ്യാനുള്ള സന്ദർഭം കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. യാതൊന്നും തൊഴിൽ കിട്ടാഞ്ഞു വെള്ളം കൊണ്ടു നടക്കയാം. അപ്പോൾ ഞാൻ എഴുതിയിട്ടുണ്ട് അവിടെ താമരശ്ശേരി കൃഷ്ണൻ ഭട്ടതിരിക്ക് നമസ്കാരം എന്ന്. കാരണം ഇത് മൂലഗ്രന്ഥത്തിലില്ല.
അതുകൊണ്ടാണ് ഞാൻ അത്രയും ധൈര്യമായിട്ട് പറഞ്ഞത്. അതുകൊണ്ട് യാതൊന്നും തൊഴിൽ കിട്ടാഞ്ഞു വെള്ളം കൊണ്ടു നടക്കാൻ, വെള്ളം ചുക്കുവെള്ളം നാരങ്ങ വെള്ളം, അങ്ങനെ വന്ന സഭാപതികൾക്കൊക്കെ വേണ്ട ഏർപ്പാട് ചെയ്യാണ്. ധർമ്മനന്ദനനെ കൊണ്ടു യജ്ഞകർമ്മങ്ങളൊക്കെയും, ധർമ്മപുത്രരെ കൊണ്ട് ഭഗവാൻ യജ്ഞധർമ്മങ്ങളൊക്കെയും വേണ്ടും പോലെ ആചരിപ്പിച്ചു കൊള്ളുവാൻ ഭക്തവത്സലൻ ശ്രീകൃഷ്ണ ഭഗവാൻ വ്യാസനെ തന്നെ ഏൽപ്പിച്ചാൻ പ്രേമപൂർവകം. വ്യാസർക്ക് ഒട്ടും മോശമാവണ ജോലി കൊടുക്കാൻ പാടില്ല. കാരണം ഭാഗവതത്തിൻ്റെ ഇതികർത്താവാണ്, മഹാഭാരതം എഴുതിയിട്ടുള്ള ആളാണ് വ്യാസഭഗവാൻ അല്ലേ. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞത്? ഭഗവാൻ വ്യാസനെ തന്നെ ഏൽപ്പിച്ചാൻ പ്രേമപൂർവകം ക്രിയ സൂക്ഷിക്കുവാൻ പിന്നിൽ വസിഷ്ഠനെയും അങ്ങനെ. ക്രിയ എന്ന് പറഞ്ഞാൽ ദൈവിക കാര്യങ്ങൾ, രാജസൂയത്തിൻ്റെ താന്ത്രിക ചടങ്ങുകൾ തെറ്റുകൂട്ടാതെ കണ്ട് നടത്താൻ വേണ്ടി ക്രിയ സൂക്ഷിക്കുവാൻ പിന്നിൽ വസിഷ്ഠനെയും അങ്ങനെ ശാണ്ഡില്യനും ഗർഗനുമാം ക്രിയ ഏൽപ്പിച്ചു കൊള്ളുവാൻ. ശാണ്ഡില്യ മഹാമുനി, അതേമാതിരി ഗർഗമുനി. അപ്പോൾ ക്രിയ സൂക്ഷിക്കുവാൻ പിന്നിൽ വസിഷ്ഠനെയും അങ്ങനെ ശാണ്ഡില്യനും ഗർഗനുമാം ക്രിയക്ക് ഏൽപ്പിച്ചു കൊള്ളുവാൻ ദേവർഷി അരികിൽ തന്നെ നിന്നിടേണം, അതേ മതി. ദേവർഷി നാരദർ വേറെ ഇങ്ങോട്ട് പോകാൻ പാടില്ല, ഭഗവാന്റെ കണ്ണുവട്ടത്തിൽ തന്നെ വേണം. അപ്പോൾ ദേവർഷി അരികിൽ തന്നെ നിന്നിടേണം, അതേ മതി. ഈ വണ്ണം എങ്ങും ബഹളം കാണില്ല, ആ വിധം എത്രയും ഒരു സ്ഥലത്തിലും ബഹളമില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് നടത്താനുള്ള കാര്യഗൗരവങ്ങൾ ഭഗവാൻ ചെയ്തിട്ടുണ്ട്. ഈ വണ്ണം എങ്ങും ബഹളം കാണില്ല, ഹാവിധം എത്രയും രാജസൂയ മഹിതോത്സവം തെളിഞ്ഞേറെ മംഗളം മിയറ്റി മന്നിതിൽ. രാജസൂയ മഹിതോത്സവം തെളിഞ്ഞേറെ മംഗളം മിയറ്റി മന്നിതിൽ. പാർത്തടത്തിനഴകേറ്റും മാവിധം പാർത്തരങ്ങനെ പരം കൃതാർത്ഥരായി. പാർത്തടത്തിനഴകേറ്റും ഭൂമിയിലെ പേരും പ്രസക്തിയും ഉണ്ടാവുന്ന തരത്തിൽ എന്നർത്ഥം പറയണം. പാർത്തർ അതായത് പാണ്ഡവന്മാര്, പാർത്തരങ്ങനെ പരം കൃതാർത്ഥരായി ഏറ്റവും വളരെയധികം സന്തുഷ്ടചിത്തന്മാരായി എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ഇത് ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമശനാശനെ ലീലാകാണ്ഡേ ദ്വിഷീത്യാധികശതമസർഗഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അത് കഴിഞ്ഞിട്ട് 183 സർഗം ദുര്യോധനാദികളുടെ അസൂയാ പ്രകടനം. അതായത് ഈ രാജസൂയയാഗമൊക്കെ ഗംഭീരായി, എല്ലാവരും മടങ്ങി. പക്ഷേ സുയോധനൻ അല്ലെങ്കിൽ ദുര്യോധനൻ പെട്ടെന്ന് പോയില്ല. ഈ ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ കമനീയമായ ചാരുത കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ആൾക്കാരും തിരക്കും ആരവങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഓരോ മുക്കും മൂലയും ഇൻസ്പെക്ഷൻ നടത്തണ കൂട്ടത്തിൽ കണ്ടു നടന്നു മൂപ്പര്. ഇങ്ങനെ ഈ മയൻ എങ്ങനെയാണ് ഇത്ര കരകൗശലത്തോടു കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്? അഭിനന്ദിക്കാനല്ല, അസൂയ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഒന്നാം ശ്ലോകം. ഒരു നാൾ ഊൺ കഴിഞ്ഞ് അങ്ങിങ്ങെല്ലാവരും ഉറങ്ങവേ, ഉച്ചയുറക്കം കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങവേ, ദുര്യോധനൻ കർണനോടും അമ്മാമനോടും ഇങ്ങനെ. അതായത് കർണൻ പോയിട്ടില്ല, ശകുനി എന്ന് പറയുന്ന അമ്മാവനും പോയിട്ടില്ല. അവരെ രണ്ടാളെയും മെല്ലെ നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കാണാം, അതാണ് അതിൻ്റെ ഭംഗി, ആരും വരണ്ട, നമുക്ക് പോയി കാണാം എന്ന് പറഞ്ഞ് എല്ലാവരും ഉറങ്ങവേ ദുര്യോധനൻ കർണനോടും അമ്മാമനോടും ഇങ്ങനെ വിളക്കു താഴ്ത്തിയും വാതിൽ അടച്ചും. ഉച്ചയ്ക്കല്ല കേട്ടോ, രാത്രിയാ. ഒരു നാൾ ഊൺ കഴിഞ്ഞ് അങ്ങിങ്ങ് എല്ലാവരും ഉറങ്ങവേ ദുര്യോധനൻ കർണനോടും അമ്മാമനോടും ഇങ്ങനെ വിളക്കു താഴ്ത്തിയും. രാത്രി ആരും ശബ്ദം ഉണ്ടാക്കണം, നമുക്ക് മെല്ലെ എല്ലാ സ്ഥലത്തും പോയി കണ്ടിട്ട് വരാം.
വിളക്കു താഴ്ത്തിയും വാതിലടച്ചും മെല്ലെ ഓതിനാൻ. വക്കുപോലും ഇടിഞ്ഞിട്ടില്ല ഇനിയും വന്നു നോക്കുവിൻ. വക്കുപോലും ഇടിഞ്ഞിട്ടില്ല, എല്ലാം അതേമാതിരി തന്നെ ഉണ്ട്. ആദ്യം കണ്ടതുപോലെ ഇന്നും കാണാനുണ്ടതൊരത്ഭുതം. പിന്നെയും പിന്നെയും കൊണ്ടുവയ്ക്കുന്നുണ്ടതിൽ നിശ്ചയം. അതായത് എത്ര സംഭാരങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ, എത്ര ആൾക്ക് ദാനധർമ്മങ്ങൾ, അത്രയ്ക്ക് പിന്നെയും ഭണ്ഡാകാരം ഇറ്റ്സ് ഫുള്ളിനെസ് അതേപോലെയുണ്ട്. ഒട്ടും ചെലവ് വരാത്ത രീതിയിൽ. എങ്ങനെ ഇതിൻ്റെ പരിപാടി? അപ്പോൾ പിന്നെയും പിന്നെയും കൊണ്ടുവയ്ക്കുന്നുണ്ടതിൽ നിശ്ചയം. അഭിമാനം അതെന്നുള്ളതില്ല കൃഷ്ണനു ലേശവും. അഭിമാനം അതെന്നുള്ളതില്ല കൃഷ്ണനു ലേശവും. അല്ലെങ്കിൽ ഇത്രയും പാർത്ഥൻ അടിമപ്പെട്ടു നിൽക്കുമോ? ഇതാണ് ശരിയായ അസൂയ എന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഇത് പഠിച്ച സമയത്ത്. എന്താണ്? അല്ലെങ്കിൽ ഇത്രയും പാർത്ഥന് അടിമപ്പെട്ട് നിൽക്കുമോ എന്ന് പറഞ്ഞാൽ കൃഷ്ണനെ ഇടിച്ചു താഴ്ത്ത ചെയ്തത്. തൻ്റെ, അതായത് സുയോധനാദികൾക്ക് പാണ്ഡവരെ കണ്ടുകൂടാ. അപ്പോൾ അവരുടെ ഐശ്വര്യത്തിൽ ഭഗവാൻ കൃഷ്ണന് നല്ലൊരു ശതമാനം കാരണമുണ്ട് എന്ന് പറയുന്നതിന് പകരം പാർത്ഥന് അടിമയായിട്ട് എന്തിനാ കൃഷ്ണൻ നിൽക്കുന്നത്? അങ്ങനെ ഇയാൾ ചിന്തിച്ചത്. അതുകൊണ്ട് തന്നെ സന്ദർഭം കിട്ടിയാൽ സുയോധനനെ ഒന്ന് മയക്കി കിടത്തണതൊരു ആഗ്രഹം ആർക്കുണ്ടായിരുന്നു? കൃഷ്ണനുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ മഹാഭാരത യുദ്ധം ഉണ്ടാവില്ലല്ലോ. അദ്ദേഹത്തിന് ഈ കാര്യഗൗരവം, ഈ 18 അക്ഷൗഹിണിപ്പടകളുടെ ഭാരം കൂടി തീർത്തിട്ട് വേണമല്ലോ പോവാൻ, അല്ലേ? അപ്പോൾ അതിന് വട്ടം കൂട്ടാണ് അദ്ദേഹം ചെയ്തത്. അഭിമാനം അതെന്നുള്ളതില്ല കൃഷ്ണനു ലേശവും. അല്ലെങ്കിൽ ഇത്രയും പാർത്ഥൻ അടിമപ്പെട്ടു നിൽക്കുമോ? കടൽ വെള്ളം മുക്കി മുക്കി തൂത്തിടും പോലെ മാത്രമാം ഇതൻ മട്ടും മുടങ്ങിയിടിൽ എത്ര തന്നെ എടുക്കിലും. കടൽ വെള്ളം മുക്കി മുക്കി തൂത്തിടും പോലെ. കടലിൽ വെള്ളം മുക്കിയാൽ കടലിൽ കമ്മിയാവുമോ? അതേപോലെയാണ് രാജസൂയയാഗത്തിന് കാശ് ചെലവാക്കിയിട്ടുള്ളത്. എടാ പിന്നെയുണ്ട് അത്ര. ഇതാണ് ഇദ്ദേഹത്തിനെ ചുടിപ്പിച്ചത്. ഇത് എമ്മട്ടും മുടങ്ങിയിടില്ല, എത്ര തന്നെ എത്ര എടുത്താലും തീരാതെ. അങ്ങനൊന്നുണ്ടോ? പൊന്നാണ്യം ഇങ്ങെത്രയെല്ലാം ഇവർക്കുണ്ടായതെങ്ങനെ? പൊന്നിൻ്റെ സ്വർണ്ണ നാണയം പാണ്ഡവന്മാർക്ക് എങ്ങനെ ഇത്ര ഉണ്ടായി? എങ്ങും പ്രജകളെ ചെന്നു പിഴിഞ്ഞും മറ്റുമായി വരാം. അപ്പോൾ ഇദ്ദേഹത്തിന് ധാരണ തോന്നുക, എല്ലാ സ്ഥലത്തും രാജാക്കന്മാരെ പിഴിഞ്ഞിട്ടുണ്ടാവും ഇവർ രാജസൂയം നടത്താൻ വേണ്ടിയിട്ട്. കുബേരനാൾ തരം നോക്കി ഇത്രയും കടമേകുമോ? അപ്പോഴേക്കും ചിന്ത വേറെ പോയി. കുബേരൻ ആൾത്തരം നോക്കാതെ ഇത്രയും കടമേകുമോ? അതായത് തിരിച്ചു കൊടുക്കാൻ കഴിവില്ലാത്തവർക്ക് കടം കൊടുക്കില്ല എന്നുള്ളത് ഉറപ്പല്ലേ? അപ്പോൾ കുബേരൻ ഇത്ര കടം കൊടുക്കില്ലല്ലോ. ഇല്ലില്ല, ഞാനതന്വേഷിച്ചറിഞ്ഞിടാം രഹസ്യമായി. ഞാനേ ഇതങ്ങനെ വിട്ടാൽ പോരല്ലോ. അങ്ങനെ കടം കിട്ടുന്ന സ്ഥലം എന്നുണ്ടെങ്കിൽ ഞാനും പോയി എടുക്കാമെന്നാ ഇദ്ദേഹത്തിനെ. അതുകൊണ്ടാണ് ഇല്ലില്ല, ഞാനതന്വേഷിച്ചറിഞ്ഞിടാം രഹസ്യമായി. ഞാനവിടെ മതിയെന്ന് എഴുതിയിട്ടുണ്ട്. എനിക്കിത് വളരെ എന്താണെന്ന് പറയുക, സൗകുമാരം ഉണ്ടാക്കണ കാര്യമാണ്. എങ്ങനെ ആൾക്കാർ ഇത്ര അധപ്പതിക്കുക അല്ലേ? അമ്മാമനായ ശകുനി ജനാലകളടച്ചുടൻ ദുര്യോധനൻ്റെ ചെവിയിൽ ചൊല്ലിനാൻ മെല്ലെ മെല്ലവേ. അമ്മാമനായ ശകുനി ജനാലകൾ അടച്ചുടൻ ദുര്യോധനൻ്റെ ചെവിയിൽ ചൊല്ലിനാൻ മെല്ലെ മെല്ലവേ. അവൻ്റെ പത്നി വൈദർഭി ചെയ്തെന്നു കരുതച്ചവൾ. ഇത് താമരശ്ശേരി കൃഷ്ണൻ പട്ടേടൻ്റെ വാക്കുകളായ മൂലത്തിലേക്ക് ഞാൻ വായിച്ചിട്ടില്ല. അവൻ്റെ പത്നി, അവൻ്റെ ആരെയാണ് പറഞ്ഞത്? ശ്രീകൃഷ്ണ പരമാത്മാവിനാണ് അവൻ എന്ന് പറഞ്ഞത്. അവൻ്റെ പത്നി വൈദർഭി ചൈതന്യു കരിതേച്ചവൾ. ഈ ഒരു പ്രകരണത്തിൽ നിന്നാവും ഇന്ന് തേച്ചു ഇല്ലേ, അവൾ തേച്ചു പോയോ, നീ അവളെ തേച്ചു പോയോ എന്നൊക്കെ എന്താണെന്നാ പറയുക, കൊളോക്കിയലായിട്ട്
ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയാണ് തോന്നുന്നുണ്ട് എനിക്ക്. ചെയ്തെന്നു കരുതേച്ചവൾ ഒടുങ്ങാത്ത പണം കെട്ടിയിരിപ്പുള്ളവളാണ് പോൾ. അതായത് എന്നാൽ പിന്നെ അത് ദ്വാരകയിലല്ലേ കാണേണ്ടത്, ഇവിടെ അല്ലല്ലോ കാണേണ്ടത്. അപ്പോൾ ഒടുങ്ങാത്ത പണം കെട്ടിയിരുപ്പുള്ളവളാണ് പോൽ സമന്തകക്കാരിയില്ലേ. ഇനി രുക്മിണി കഴിഞ്ഞാൽ സത്യഭാമില്ലേ, അവളെന്താ മോശക്കാരിയാ? അവളുടെ അടുത്തല്ലേ ഈ സമന്തകമണി ഉള്ളത്. ഓരോ ദിവസം 8 ഭാരം സ്വർണ്ണല്ലേ ഉണ്ടാവണത്. സമന്തകക്കാരിയില്ലേ സത്യഭാമ കുണുങ്ങുവോൾ, അവളും ചില്ലറ പുള്ളിയല്ലെന്നാം ചൊൽവദേവരും. 8 ഭാരം കനകം വിളിയിച്ചിട്ടും അമ്മണി അക്രൂരൻ കൊണ്ടുപോയെന്ന് പുളിയാം ചൊൽവദേവരും. അതായത് ഭഗവാനെ കരുതയ്ക്കാനുള്ള പരിപാടിയാണ്. അക്രൂരൻ കൊണ്ടുപോയി എന്ന് വെറുതെ പറയാ, ഇവരുടെ കയ്യിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ദ്വാരകയിൽ വെക്കേണ്ട വിചാരിച്ചിട്ട് പാണ്ഡവന്മാരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടാവും എന്നൊക്കെയാണ് വളഞ്ഞ വഴി കൂടെ ആരോപിക്കുന്നത്. അക്രൂരൻ കൊണ്ടുപോയെന്ന് പുളിയാം ചൊൽവദേവരും. ബലരാമൻ വെറും സാധു ചോദിപ്പാൻ പോര നിശ്ചയം. ബലരാമനെ ആളൊരു പോരാത്തവനാ, അത് കാരണം അനിയനെ ശരിക്കും നിലയ്ക്ക് നിർത്താൻ പറ്റിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അല്ല, ഓരോരുത്തരുടെ വൈദഗ്ധ്യം നോക്കണ്ടേ. ബലരാമൻ വെറും സാധു ചോദിപ്പാൻ പോരാ നിശ്ചയം. ഉദാരൻ വീശിയും കൊണ്ടു ചൊല്ലിനാൻ കർണൻ ഈ വിധം. ഉദാരൻ വീശിയും കൊണ്ടു ചൊല്ലിനാൻ കർണൻ ഈ വിധം. ഉദാരൻ എന്ന് പറഞ്ഞാൽ എന്താ? ദാനധർമ്മങ്ങൾ ചെയ്യാൻ ഉദാരനാണ്. അപ്പോൾ ഉദാരൻ വീശിയും കൊണ്ട് ചൊല്ലിനാൻ കർണൻ ഈ വിധം. രാജസൂയം നമുക്കാവാമായിരുന്നു മഹീശ്വര, ഫലമില്ല അതിനെ ചൊല്ലി ഇത്രയോർത്തതുമില്ല നാം. ഒരു രാജസൂയയാഗം കഴിഞ്ഞാൽ ഇത്ര അധികം ഭണ്ഡാരം സൃഷ്ടിക്കാണ്ടുണ്ടാവുന്നുണ്ടെങ്കിൽ സുയോധന, നമ്മൾക്കൊരു രാജസൂയം ചെയ്യാമായിരുന്നു. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? അയാളുടെ മനസ്സ് വേറൊരു വഴി കൂടെയാണ് പോയത്. രാജസൂയം നമുക്കാവാമായിരുന്നു മഹീശ്വര, ഫലമില്ലതിനെ ചൊല്ലി എത്രയോർത്തതുമില്ല നാം. ദൂരേക്കു നോക്കിയും കൊണ്ടു ദുസ്സാസനനെ ഉണർത്തിനാൻ. കടത്തിൽ മുങ്ങുമെന്നല്ലീ വിചാരിച്ചതു സർവ്വതും. ദൂരേക്ക് നോക്കിയും കൊണ്ട് ദുസ്സാസനൻ അപ്പോൾ ഇവർ 3 പറയണത് കേട്ടിട്ട് ഒരു എത്തുംപടിയും കിട്ടാണ്ട് പ്രലോഭിതനായ ദുസ്സാസനൻ ദൂരേക്ക് നോക്കി നിന്നുകൊണ്ട് പറയാണ്. എന്താ പറഞ്ഞത്? ദൂരേക്ക് നോക്കിയും കൊണ്ട് ദുസ്സാസനൻ ഉണർത്തിനാൻ. കടത്തിൽ മുങ്ങുമെന്നല്ലീ വിചാരിച്ചതു സർവ്വ. നമ്മളിപ്പോൾ എന്താ വിചാരിച്ചത്? ഇവൻ്റെ അതായത് ധർമ്മപുത്രന് പോരാത്ത സമയത്ത് രാജസൂയയാഗം നടത്തി കടക്കണിയിൽ പെട്ടിട്ട് തുന്നം പാടുന്നല്ലേ നമ്മൾ വിചാരിച്ചത്. നമ്മുടെ വിചാരമൊക്കെ മാറിയില്ലോ ഏട്ടാ, ഇനി എന്താ ചെയ്യുക? അങ്ങനെ ദുസ്സാസനുണ്ട്. ഇത് വായിച്ചിട്ടില്ലെങ്കിൽ വലിയ ഒരു ക്ഷീണം നമുക്കല്ലേ. എന്തൊക്കെയാണ് നമുക്കിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ അറിയാം. നമ്മൾ ഈ കൃഷ്ണാരാമ ഗോവിന്ദ എന്ന് പറഞ്ഞിട്ട് നേരാകുമ്പോൾ പലരുടെയും താല്പര്യം നമ്മൾക്ക് എന്തോ കുടം കിട്ടിയെന്നാണ്. ശരിയാണ്, കുടം കിട്ടി. എന്തിൻ്റെ? അറിവിൻ്റെ ഒരു കുടം കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ഗുരു ചെറുശ്ശേരിൽ കരുണാകരൻ പിള്ള 95 ഞങ്ങൾ കണ്ടുമുട്ടിയിട്ട് കർക്കിടക മാസം കഴിയുമ്പോൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ബാങ്കിൽ ഇതേവരെ സ്വരൂപിച്ചുള്ള ഡിപ്പോസിറ്റ് വിത്ത് ഇൻട്രസ്റ്റ് പട്ടാമ്പിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നൊരു കാര്യം പറഞ്ഞു. അത് ശരിയാണ്, അത് ഒന്നും ഞാൻ പറയുള്ളൂ. അതിന് ഇത്രയൊക്കെ വൈഭവമുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് ഞാൻ അനുഭവിച്ചോളാം. പക്ഷെ ഇങ്ങനെ അസൂയാലുക്കൾ ഒരുപാടുണ്ട് ഈ ലോകത്തിൽ, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത് കടത്തിൽ മുങ്ങും എന്നല്ലീ വിചാരിച്ചത് സർവരും. വിളക്കു കൊണ്ടുവന്നു ദീപികർണൻ വിനയോജലൻ. ഉറങ്ങിയില്ലയോ കഷ്ടം നിങ്ങളാരും ഇതേവരെ. അപ്പോൾ ഇവിടുത്തെ വിളക്ക് താഴ്ത്തിയിട്ടാണ് ഇവർ സംസാരിക്കുന്നത്.
പക്ഷേ ഈ നാലാളും കൂടിയിട്ട് എന്താ കുശുകുശുക്കണതെന്ന് അറിയാനൊരു താല്പര്യം ആർക്കുണ്ട്? വികർണൻ. അപ്പോൾ അയാൾ സത്യത്തിൽ എന്താ വിനയോജ്വലന. എന്താ നിങ്ങൾക്ക് ആർക്കും ഉറക്കം വന്നില്ലേ എന്ന് അദ്ദേഹം വിളക്കു കൊണ്ടുവന്നോതി വികർണൻ വിനയോജ്വലൻ ഉറങ്ങിയില്ലയോ കഷ്ടം നിങ്ങളാരും ഇതേവരെ ക്ഷമിച്ചിടണം അമ്മാമന്നു ഉപദേശിക്കയല്ല ഞാൻ. അതായത് ഈ ശകുനി ആളൊരു പെശകാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ശകുനിയുടെ ദോഷം സ്വഭാവത്തെ പൊന്തിച്ച് പിടിച്ചിട്ട് വികർണൻ പറയാ, അല്ല ഞാൻ തെറ്റു പറഞ്ഞു എന്ന് വിചാരിക്കരുത്, കാര്യമൊക്കെ കഴിഞ്ഞില്ലേ, ഇനി മുണ്ടാണ്ട് കടന്ന് ഉറങ്ങി ആരോഗ്യം നോക്കിക്കൂടെ? ഇങ്ങനെ ദോഷവശങ്ങൾ ചിന്തിച്ചിട്ട് ഏഷണി മൂപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോയെന്നാണ് ചോദിക്കുന്നത്. ക്ഷമിച്ചിടണം അമ്മാമന്നുപദേശിക്കയല്ല ഞാൻ, പ്രിയമാവില്ല നിങ്ങൾക്ക് ഈ വികർണൻ ചൊൽവത് എപ്പോഴും. എത്ര വസ്തുനിഷ്ഠമായിട്ടാണ് അവതരിപ്പിച്ചതൊരു കഥാപാത്രത്തിനെ. നിങ്ങൾക്കിപ്പോൾ എന്നെ ഉൾക്കൊള്ളാൻ അറിയില്ല എന്ന് എനിക്കറിയാം. ഞാൻ ആരായാലും വിനയം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അതിന് നിങ്ങൾക്കും എന്നെ ആ ഒരു വിനയാന്വിതൻ ആ ക്വാളിറ്റിയാണല്ലോ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടാത്തത്. പക്ഷേ ഇവിടെ ഉള്ളവർക്കൊക്കെ എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടതാ അദ്ദേഹം പറഞ്ഞത്. അതിൽ ഏറ്റവും വലിയ 2 ശ്ലോകങ്ങൾ എൻസർക്കിൾ ചെയ്തിട്ടുണ്ട് ഞാൻ. എന്താ പറഞ്ഞത്? എന്നാലും ഹിതമോർത്തല്ലാതുര ചെയ്യുകയില്ല ഞാൻ, എൻ്റെ പക്ഷെന്നോ പ്രതിപക്ഷെന്നോ എതിർപക്ഷെന്നോ എന്ന് ഞാൻ വിചാരിക്കില്ല. ഒരു കാര്യം ഞാൻ പറയാം, എന്താ കണ്ടോ? എന്നാലും ഹിതമോർത്തല്ലാതുര ചെയ്യുകയില്ല ഞാൻ, അസൂയ മനതാരെന്നു കുഷ്ഠരോഗം കണക്കയാം. അമ്മാവനാന്നൊന്നും പറഞ്ഞ കാര്യമില്ല. അസൂയ എന്നുള്ളത് കുഷ്ഠരോഗം പോലെ. ഇതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അതായത് പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷമാണെങ്കിലും പരസ്പരം അസൂയാലുക്കളല്ലാതെ കണ്ട് സ്വാർത്ഥാഭിമാനങ്ങളല്ലാണ്ട് പ്രീതികരമായിട്ട് രാജ്യം ഭരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം എന്ന വലിയൊരു ഉപദേശമാണ് ഇവിടെ പറയണത്. എന്നാലും ഹിതമോർത്തല്ലാതുര ചെയ്യുകയില്ല ഞാൻ, അസൂയ മനതാരിന്നു കുഷ്ഠരോഗം കണക്കയാം. ജ്യേഷ്ഠൻ പൊറുക്കണം കാമം ചൊറി. ദുര്യോധനേട്ടാ ക്ഷമിക്കണം, എനിക്കൊരു അഭിപ്രായം പറയണ്ട. ഈ കാമം എന്ന് പറഞ്ഞാൽ അനർഹമായത് കാമിക്കുക എന്ന് പറഞ്ഞാൽ അത് ചൊറി പോലെന്നാ. ചൊറിഞ്ഞുകൊണ്ടിരിക്കും, കയ്യിന് റെസ്റ്റ് ഇല്ല. മാത്രമല്ല ചൊറിഞ്ഞ സ്ഥലത്തിൽ ചോര പൊടിയും. അതാണ് ചൊറി വരാൻ പാടില്ല. പറഞ്ഞേ വെറുതെ ആണോ ഭാരതീയ തത്വശാസ്ത്രങ്ങളുടെ ഗരിമ നമ്മൾ അളന്നിട്ടില്ല. മാത്രമല്ല അത് വേണ്ട മാതിരി അനുഭവിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല. അത് ഇത്തിക്കണ്ണി പോലെ സ്വയം നശിപ്പിക്കുന്നതാണ്. അത് ആധ്യാത്മികതയുടെ പോരായ്മ എന്നുള്ളത് ഇത്തിക്കണ്ണിയാണ്. അത് വന്നാൽ നമ്മൾ സ്വയം നശിക്കും. ജ്യേഷ്ഠൻ പൊറുക്കണം കാമം ചൊറി കോപം മഹാജ്വരം. കോപം എന്നുള്ളത് വലിയൊരു പനിയാണ്. കോപം മഹാജ്വരം വെറും വിഡ്ഢിത്തമായി തന്നെ വിചാരിക്കും. ഇതെങ്കിലും ഞാൻ പറയണത് നിങ്ങൾ ശരിക്കും എടുത്തിട്ടില്ലെങ്കിൽ ഞാനൊരു വിഡ്ഢിയാണെന്ന് നിങ്ങളുടെയൊക്കെ വിചാരം. ഞാൻ വിഡ്ഢിയല്ല. ഈ എന്താ പറയുക, വികർണൻ, എനിക്ക് ആ കഥാപാത്രത്തിന് വളരെയധികം ഇഷ്ടമായി. വികർണൻ, മനസ്സിലായില്ലേ? അപ്പോൾ ജ്യേഷ്ഠൻ പൊറുക്കണം കാമം ചൊറി കോപം മഹാജ്വരം വെറും വിഡ്ഢിത്തമായി തന്നെ വിചാരിക്കും. ഇതെങ്കിലും ശരിക്ക് അറിയുമാറാകും അവസാനം ഇതിൻ ഫലം. ഏതൊരു കാര്യത്തിലും അവസാനത്തെ റിസൾട്ട്, നെറ്റ് റിസൾട്ട്, അവസാനത്തെ റിസൾട്ടാണ് ബാധകം അല്ലേ? അമ്പാർ നടുത്തണഞ്ഞോരോ സേവ ചൊല്ലും ജനങ്ങളിൽ. കാര്യലാഭത്തിന് വേണ്ടി നമ്മളോട് നമ്മുടെ കുറ്റം പറയാണ്ട് മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് നമ്മളെ അനർത്ഥമാകുന്ന ഗർത്തത്തിൽ, അഗാധ ഗർത്തത്തിലേക്ക് തള്ളിവിടുന്ന ആൾക്കാരുണ്ട്. അവരുടെ കാര്യം നടക്കാനാണ് അമ്മാവ ഏട്ടാ ഇതൊക്കെ
ആൾക്കാർ ചെയ്യണത്. അമ്പാർന്നടുത്തണഞ്ഞോരോ സേവ ചൊല്ലും ജനങ്ങളിൽ വിശ്വാസ സ്നേഹമാം നിങ്ങൾക്കതു കാക്ഷിപ്പതില്ല ഞാൻ. വിശ്വാസ സ്നേഹമാം നിങ്ങൾക്ക്. അവരുടെ കാര്യം നടക്കാൻ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് കാര്യലാഭം വാങ്ങി പോകുന്നവർ നമ്മൾക്ക് പാര വയ്ക്കണവരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് വികർണൻ പറഞ്ഞത്. അമ്പാർന്നടുത്തണഞ്ഞ ഓരോ സേവ ചൊല്ലും ജനങ്ങളിൽ വിശ്വാസ സ്നേഹമാം നിങ്ങൾക്കത് കാക്ഷിപ്പതില്ല ഞാൻ. എനിക്കത് ഇഷ്ടമല്ല എന്ന് വികരണം പറഞ്ഞു. അന്യൻ്റെ മേന്മ കണ്ടമ്മ അമ്മട്ടാവാനാവാഞ്ഞു കേവലം ആവോളവും പഴിച്ചും കൊണ്ടാനന്ദിപ്പൂവെറും ജനം. അല്ലേ, എത്ര വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അന്യൻ്റെ മേന്മ കണ്ട് അമ്മട്ട് ആവാനാവാഞ്ഞ് കേവലം ആവോളവും പഴിച്ചും കൊണ്ടാനന്ദിപ്പൂവെറും ജനം. അതായത് പൊങ്ങുതടി പോലെ എന്നർത്ഥം. വിചാരിച്ച സ്ഥലത്ത് എത്താൻ പറ്റില്ല പൊങ്ങുതടിക്ക്. കുരുവംശീയരാം നമ്മൾക്കിത് നന്നല്ലൊരിക്കലും. കുരുവംശത്തിലുള്ളവരൊക്കെ ഇവരൊക്കെ കുരുവംശത്തിലുള്ളവരാ, പക്ഷേ നന്നല്ല എന്ന് പറഞ്ഞു അദ്ദേഹം. അതിനാണ് ആർജവം വേണ്ടത്. കുരുവംശീയരാം നമ്മൾക്കിതു നന്നല്ലൊരിക്കലും എളുതാം എന്നഭിപ്രായം ഉണർത്തിയിടുകയാം പ്രഭു. എളിമ കൈമുതലായിട്ടുള്ള ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം വലുത്, ഞാനിങ്ങനെ പറഞ്ഞില്ല എന്ന് വിചാരിച്ചോളൂ, പക്ഷേ ഞാൻ പറഞ്ഞോടത്തേക്ക് എത്തും കാര്യങ്ങളെന്ന് പറഞ്ഞു അദ്ദേഹം. നിങ്ങൾക്കെഴും അഭിപ്രായം അറിഞ്ഞാണുര ചെയ്വു ഞാൻ. നിങ്ങളുടെ മൂന്നാളുടെയും സ്ഥിതി ഇപ്പം എനിക്കറിയാം. ആരൊക്കെ? എൻ്റെ ഏട്ടൻ ദുര്യോധനൻ, രണ്ടാമത്തെ ഏട്ടൻ ദുശാസനൻ, നമ്മുടെ കോമൺ അങ്കിള് ഏത് മാമാ ശകുനി. നിങ്ങൾ മൂന്നാളെ അറിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കെഴും അഭിപ്രായം അറിഞ്ഞാണുര ചെയ്വു ഞാൻ. ബന്ധുക്കൾ ഈ നമ്മൾ വേണ്ടത് അനുമോദിക്കയല്ലയോ. പാണ്ഡവന്മാരുടെ നന്മയിൽ ബന്ധുക്കളായിട്ടുള്ള നമ്മൾ അവരെ അനുമോദിക്കല്ലേ വേണ്ടത്. നിങ്ങൾക്ക് എന്താ എത്ര കുശുമ്പ്? പിന്നെ അസൂയ എന്നത് ഉൾപ്പൂവിലൊട്ടൊന്നു തലപൊക്കുകിൽ അവൻ അഭ്യുദയം താഴാൻ തുടങ്ങി അതു നിശ്ചയം. എൻസർക്കിൾ ചെയ്തിട്ടുണ്ട്. 23-ാമത്തെ ശ്ലോകം. അസൂയ എന്നത് ഉൾപ്പൂവിലൊട്ടൊന്നു തലപൊക്കുകിൽ അവന് അഭ്യുദയം താഴാൻ തുടങ്ങി അതു നിശ്ചയം. ഉറപ്പിച്ചോളൂ. മഹാഭാരതത്തിൽ ഓരോ ക്യാരക്ടേഴ്സിനെ നമ്മൾ നമസ്കരിക്കണം. അതോടുകൂടി വേദവ്യാസരെ നമ്മൾ നമസ്കരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് നന്മ തന്നെ ഉണ്ടാവുള്ളൂ, തിന്മ ഉണ്ടാവില്ല. നന്മ ഉണ്ടാവില്ല, തിന്മ ഉണ്ടാവുള്ളൂ. വളരെ പോയിന്റ് ബ്ലാങ്ക് ആയിട്ട് പറഞ്ഞു. പണ്ഡിതൻ പാമരൻ ഭക്തൻ ദരിദ്രൻ ധനവാൻ ജഡൻ അതിക്രമിച്ചിടും ചെന്നിതാരെയും ഒരേ തരം. പണ്ഡിതൻ പാമരൻ ഭക്തൻ ദരിദ്രൻ ധനവാൻ ജഡൻ അതിക്രമിച്ചിടും ചെന്നിത് ആരെയും ഒരേ തരം. ഈ അസൂയ എന്നുള്ളതൊരു കോമൺ ഫാക്ടറാണ്. ഈ അസൂയ പണ്ഡിതനല്ലാതെ ഉണ്ടാക്കും. പാമരനെയും പണ്ഡിതനെയും നശിപ്പിക്കും, ഭക്തനെ നശിപ്പിക്കും, ദരിദ്രനെ നശിപ്പിക്കും, ധനവാനെ നശിപ്പിക്കും, ജഡൻ ഷഡൻ ഇവരെയൊക്കെ നശിപ്പിക്കും. അതിൻ്റെ സ്വഭാവമാണത്. അതിക്രമിച്ചിടും ചെന്നിതാരെയും ഒരേതരം പഠിപ്പും മാനവും പേരും അളവറ്റ വിഭൂതിയും. പഠിപ്പുണ്ടായിട്ട് കാര്യമില്ല, മാനം ഉണ്ടായിട്ട് കാര്യമില്ല, പെരുമ അളവറ്റ പെരുമ ഉണ്ടായിട്ടും കാര്യമില്ല, വിഭൂതികൾ ശ്രേഷ്ഠമായിട്ടുള്ള ശ്രേയസ് എത്ര ഉണ്ടായിട്ടും കാര്യമില്ല. അസൂയ വന്നാൽ അതൊക്കെ പോവും. അപ്പോൾ വിഭൂതിയും ആരോഗ്യവും മറ്റുമില്ല ഞല്ലി രാത്ര മുഴുക്കയും. നിങ്ങൾക്കൊക്കെ പഠിപ്പുണ്ട്, മാനുണ്ട്, പേര് അളവറ്റ വിഭൂതിയും ആരോഗ്യവും മറ്റുമില്ല ഞല്ലി രാത്രി മുഴുക്കയും. വിയർത്തൊലിച്ചുറങ്ങാതെ വിഷമിപ്പത് അസൂയയാൽ. ഐ റിയലി അപ്രീഷിയേറ്റ് ദി ക്യാരക്ടർ ഓഫ് വികർണൻ. വികർണൻ പറയാണ്, വിയർത്തൊലിച്ചുറങ്ങാതെ വിഷമിപ്പതസൂയയാൽ മറ്റൊന്നുമല്ല ഞാനൊട്ടൊന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാം. ഞാൻ വെറുതെ നിങ്ങളെ ഒന്ന് താക്കീത് ചെയ്തു എന്ന് മാത്രം. ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഏറെക്കുറെ ഈ
45 ശ്ലോകമുണ്ട്. ഇപ്പം നമ്മൾ എവിടെ എത്തിയിട്ടുള്ളൂ? 26 ഒന്നിനോടൊന്ന് മെച്ചമായിട്ടുള്ള ശ്ലോകങ്ങളാണ്. ഇതാണ് നമ്മൾ അവശ്യം 6, 8, 10, 12 വയസ്സിൻ്റെ ഉള്ളിൽ പഠിക്കേണ്ടത്. കഥകളൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഈ ഉപദേശ ശകലങ്ങൾ നമ്മൾ പഠിച്ചാൽ മതിയായിരുന്നു, നമ്മൾ രക്ഷപ്പെടും. നല്ലോർ തന്മേന്മ കണ്ടേതും സഹിപ്പാൻ കഴിയായികയാം മനുഷ്യൻ്റെ മനോരോഗങ്ങളിൽ വെച്ച് മലീമസം മലത്തിൽ വെച്ച് മലം. നല്ലോർ തന്മേന്മ കണ്ട ഏതും സഹിപ്പാൻ കഴിയായികയാം മനുഷ്യൻ്റെ മനോരോഗങ്ങളിൽ വെച്ചു മലീമസം. മുകുന്ദചരണാം ഭോജഭക്തിയല്ലാതെ മന്നിതിൽ ഈ ഭൂമിയിൽ എന്തേ വാഴൂ? മുകുന്ദചരണാം ഭോജഭക്തിയല്ലാതെ മന്നിതിൽ അതിനൊരു മരുന്നില്ലെന്നരുൾ ചെയ്വൂ മഹാജനം. ഞാൻ പറഞ്ഞതല്ല, പിന്നെയോ അതിനൊരു മരുന്നില്ലെന്നരുൾ ചെയ്വൂ മഹാജനം. മനസ്സിലായോ? എന്നെന്നും സദ്വിചാരങ്ങൾ കിട്ടില്ല തീർച്ചയാം. എന്നെന്നും എപ്പോഴും സദ്വിചാരങ്ങൾ കിട്ടില്ല തീർച്ചയാം. കാലത്തിൻ്റെ കുത്തിയൊഴുക്കിൽ എപ്പോഴും നല്ല വിചാരങ്ങൾ കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ ദോഷവിചാരങ്ങൾ നമ്മളെ ഭരിക്കാണ്ട് നമ്മൾ നോക്കാമെന്നാണ് പറഞ്ഞേണ്ട താല്പര്യം. എന്നെന്നും സദ്വിചാരങ്ങൾ കിട്ടില്ല തീർച്ചയാം. മറ്റേവനുളവാം കഷ്ടപ്പാടിലാണവനെപ്പോഴും. മറ്റുള്ളവന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടിലാണ് ആൾക്കാരുടെ മനസ്സ്. നന്നായി, അവന് ഇപ്പോൾ കഷ്ടപ്പാടായി, അവൻ അങ്ങനെ വേണം എന്ന് തർക്കുത്തരം വിചാരിക്കണവരെ. ആനന്ദം ആത്മസൗഖ്യത്താലല്ലെന്നോർപ്പീല ദുർഭകൻ. ആനന്ദം ആത്മസൗഖ്യത്താൽ അല്ല എന്നോർപ്പീല ദുർഭകൻ. ആനന്ദം ആത്മസൗഖ്യത്താലല്ലെന്ന് ഓർപ്പീല ദുർഭകൻ. എന്നാലൊട്ടൊന്നുയർത്തിയിടാൻ ഇതൊരാവശ്യമായി വരാം. ഉയർത്തിയിടാൻ ഇതൊരാവശ്യം. നമ്മളെ സ്വയം ഉയർത്തണം എന്നുണ്ടെങ്കിൽ മുകുന്ദചരണാംഭോജത്തിന് മാത്രമേ പറ്റുള്ളൂ. അവിടെ ഞാൻ നിർത്തുക, കാരണം ഇത് വിസ്തരിച്ച് പറയേണ്ടതാ. അപ്പോൾ ഓടി പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും എപ്പോഴും. നാളെ കാണാം.